എന്ത് തന്ത്രം ഉപയോഗിച്ച് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കുക എന്നുള്ള ചിന്തയിലായിരിക്കും അല്ലേ? ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആന്റിയോട് പറഞ്ഞ് നിശ്ചയം 1 മാസത്തേക്ക് നീട്ടി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോ തന്ത്രം ആലോചിച്ച് മെനക്കെടേണ്ട ആവശ്യമില്ല. സത്യമാണോ നീ പറയുന്നത്? അതെ. നിനക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ആന്റിയോട് തന്നെ ചെന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ നിനക്ക് വിശ്വാസാവും. ഓക്കെ ഞാൻ വിശ്വസിച്ചു. ദേ എന്നാ പറ, അമ്മ നീ എന്ത് പറഞ്ഞിട്ടാ കാര്യങ്ങളൊക്കെ വിശ്വസിപ്പിച്ചേ? ബിസിനസ് ടൂറിന് പോയ എന്റെ അച്ഛനും അമ്മയും വന്നിട്ട് മതി നിശ്ചയം എന്ന് ഞാൻ ആന്റിയോട് പറഞ്ഞു. അതാ ആന്റി സമ്മതിച്ചത്. ഓ ഐ സീ. ദേ നീ കള്ളം പറയുന്നല്ലോ അല്ലേ? എന്നെ നിനക്ക് വിശ്വാസമില്ലാത്തോണ്ടാ ഈ സംശയം. പക്ഷെ നിന്നെ പ്രസവിച്ച അഖില മാഡത്തിന് നിന്നെയാ സംശയം. അതറിയൂ നിനക്ക്. നീ എന്തൊക്കെയാ പറയുന്നേ? അമ്മയ്ക്ക് എന്നെ സംശയമാണെന്നോ എന്ന് പറഞ്ഞ സത്യം. ഈ നിശ്ചയം നീട്ടിവെക്കുന്നത് എനിക്ക് തന്നെയാ റിസ്ക്. അരവിന്ദ് എപ്പോ വേണമെങ്കിലും മനസ്സ് മാറ്റുന്നവരാണെന്ന് അഖിലാന്റി തന്നെ എന്നോട് പറഞ്ഞു. നിന്നെ ഒട്ടും വിശ്വാസമില്ലാത്തോണ്ടല്ലേ അഖിലാന്റി അങ്ങനെ പറഞ്ഞത് അല്ലേ? അതെ. ഇൻഫാക്ട് നിന്നെ പ്രസവിച്ച അമ്മയ്ക്ക് പോലും ഇല്ലാത്ത വിശ്വാസമാ ഇപ്പൊ ഞാൻ നിന്നോട് കാണിക്കുന്നത്. അതിന് ഒരൊറ്റ റീസൺ എനിക്കുള്ളൂ. ഞാൻ നിന്നെ സിൻസിയറായിട്ട് ഇഷ്ടപ്പെടുന്നു. എനിക്ക് നിന്നെ വേണം. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്തും. എന്നെ വിശ്വസിക്ക. ദേ ഇപ്പൊ നീ പറഞ്ഞത് ഞാൻ ചെയ്തു. ഇനി നീ പറഞ്ഞ വാക്ക് പാലിക്കണം. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും പ്ലീസ്. പ്ലീസ് ഒന്നും വേണ്ട. ആ വീഡിയോ അമ്മയെ കാണിക്കണമായിരുന്നെങ്കിൽ ഞാനത് അന്നേ ചെയ്തേനെ. ഇവിടെ ഇപ്പം നീയാ എന്നെ മനസ്സിലാക്കാനുള്ളത്. യു നോ വാട്ട്, നിന്റെ ഈ പണക്കൊഴുപ്പും അഹങ്കാരവും ആണിനനുസരിക്കാത്ത ഈ മനോഭാവവുമാണ് നിന്നെ ഞാൻ വെറുക്കാൻ കാരണം. പക്ഷേ നിന്നെ ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. അത് വെറും വാക്കല്ല, അരവിന്ദ് പാലിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ വാക്കാ. പക്ഷേ അതിനു മുമ്പ് നീ നിന്റെ സ്വഭാവം പൂർണ്ണമായി മാറ്റി എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ളൊരു പെണ്ണാവണം. അതിനാ ഞാൻ നിശ്ചയം 1 മാസം കൂടി നീട്ടിവെക്കാൻ പറഞ്ഞത്. കല്യാണം ഒരിക്കലുള്ളൂ നന്ദനെ. അത് നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കിയവരോടൊപ്പം ആയിരിക്കണം. അല്ലെങ്കിൽ അതൊരു വലിയ പരാജയമാവും.